ഗോവിന്ദായ നമോ നമഃ. ഹരേ കൃഷ്ണ. ശ്രീമദ് ഭാഗവതം ചതുർത്ഥ സ്കന്ധം 24-ാമത്തെ അധ്യായം മഹാദേവനാൽ ആലപിക്കപ്പെട്ട ഗാനം കീർത്തിക്കുന്നു. ശ്ലോകം 36 മുതൽ 40 വരെ വായിക്കാം. നമോ നമോ അനിരുദ്ധായ ഋഷികേശേന്ദ്രിയാത്മനേ നമഃ പരമഹംസായ പൂർണ്ണായ നിഭൃതാത്മനേ സ്വർഗാപവർഗദ്വാരായ നിത്യം ശുചിഷതേ നമഃ. നമോ ഹിരണ്യവീര്യായ ചാതുർഹോത്രായ ദന്തവേ നമ ഊർജ ഇഷേത്രയ്യ പദേ യജ്ഞരേതസേ തൃപ്തിദായ ച ജീവാനാം നമഃ സർവരസാത്മനേ സർവസത്വാത്മദേഹായ വിശേഷായ സ്ഥവീയസേ നമസ്ത്രൈലോക്യപാലായ സഹ ഓജോപനായ ച അർത്ഥലിംഗായ നഭസേ നമോ അന്തർബഹിരാത്മനേ നമഃ പുണ്യായ ലോകായ അമുഷ്മൈ ഭൂരിവർച്ചസേ. വിവർത്തനം വായിച്ചോളൂ. ഹരേ കൃഷ്ണ പ്രഭുജി. ബേബി മാധവ് വായിച്ചു. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ് ഭാഗവതം അധ്യായം 24 മഹാദേവനാൽ ആലപിക്കപ്പെട്ട ഗാനം കീർത്തിക്കുന്നു. ശ്ലോകം 36. നമോ നമോ അനിരുദ്ധായ ഋഷികേശേന്ദ്രിയാത്മനേ നമഃ പരമഹംസായ പൂർണ്ണായ നിവൃതാത്മനേ. വിവർത്തനം. എന്റെ ഭഗവാനെ, അനിരുദ്ധൻ എന്നറിയപ്പെടുന്ന പരമോന്നത നിയന്ത്രണ ദേവൻ എന്ന നിലയിൽ അങ്ങ് ഇന്ദ്രിയങ്ങളുടെയും മനസ്സിന്റെയും നായകനാകുന്നു. ആകയാൽ അങ്ങേക്ക് ഞാൻ എന്റെ പ്രണാമങ്ങൾ വീണ്ടും വീണ്ടും അർപ്പിക്കുന്നു. സ്വന്തം വക്ത്രത്തിൽ നിന്നുള്ള അഗ്നിജ്വാലകളാൽ സമഗ്ര സൃഷ്ടിയെയും നശിപ്പിക്കാനുള്ള അങ്ങയുടെ കഴിവിന്റെ പേരിൽ അങ്ങ് സംഘർഷണനെന്നും അനന്തനെന്നും അറിയപ്പെടുന്നു. ഹരേ കൃഷ്ണ. ശ്ലോകം 37. സ്വർഗ അപവർഗദ്വാരായ നിത്യം ശുചിഷതേ നമഃ. നമോ ഹിരണ്യവീര്യായ ചാതുർഹോത്രായ തന്തവേ. വിവർത്തനം. എന്റെ ഭഗവാനെ, അല്ലയോ അനിരുദ്ധ, അന്യഗ്രഹങ്ങളുടെയും മോക്ഷത്തിന്റെയും കവാടങ്ങൾ തുറക്കുന്ന അധികാരി അങ്ങാകുന്നു. അവിടുന്ന് ജീവസത്തയുടെ പരിശുദ്ധ ഹൃദയത്തിൽ എപ്പോഴും ഉണ്ട്. അതിനാൽ അങ്ങേക്ക് ഞാൻ എന്റെ പ്രണാമങ്ങൾ അർപ്പിക്കുന്നു. സ്വർണം പോലെയും അപ്രകാരം അഗ്നിരൂപത്തിലുള്ള ശുക്ലത്തിന്റെയും ഉടമയായ അവിടുന്ന് ചാതുർഹോത്രത്തോടെ ആരംഭിക്കുന്ന വൈദിക യജ്ഞങ്ങളെ സഹായിക്കുന്നു. ആകയാൽ അങ്ങേക്ക് ഞാൻ എന്റെ പ്രണാമങ്ങൾ അർപ്പിക്കുന്നു. ശ്ലോകം 38. നമ ഊർജ ഇഷേത്രയ്യ പദയേ യജ്ഞരേതസേ തൃപ്തിദായ ച ജീവാനാം നമ സർവരസാത്മനേ. വിവർത്തനം. എന്റെ ഭഗവാനെ, പിതൃലോകങ്ങളും അതുപോലെ ദേവലോകങ്ങളും നൽകുന്നത് അവിടുന്നാണ്. അവിടുന്ന് ചന്ദ്രന്റെ പ്രബലദേവനും 3 വേദങ്ങളുടെയും യജമാനനുമാകുന്നു. എല്ലാ ജീവസത്തുക്കളുടെയും സംതൃപ്തിയുടെ മൂലസ്രോതസ്സും അങ്ങാകയാൽ അങ്ങേക്കെന്റെ പ്രണാമങ്ങൾ. ശ്ലോകം 39. സർവസത്വാത്മദേഹായ വിശേഷായ സ്തവീയസേ നമ ത്രൈലോക്യപാലായ സഹ ഓജോബലായ ച. വിവർത്തനം. എന്റെ പ്രിയപ്പെട്ട ഭഗവാനെ, എല്ലാ ജീവസത്തകളുടെയും വ്യക്തിഗത ശരീരങ്ങളടങ്ങുന്ന ബൃഹത്തായ വിശ്വരൂപമാണ് അങ്ങ്. ത്രിലോകങ്ങളുടെയും പരിപാലകനായ അങ്ങ് ആ നിലയ്ക്ക് മനസ്സ്, ഇന്ദ്രിയങ്ങൾ, ശരീരം, പ്രാണവായു എന്നിവയെ അവയ്ക്കുള്ളിൽ നിലനിർത്തുന്നു. ആയതിനാൽ ഞാൻ അങ്ങേക്കെന്റെ സാദര പ്രണാമങ്ങൾ അർപ്പിക്കുന്നു. ശ്ലോകം 40. അർത്ഥലിംഗായ നഭസേ നമോ അന്തർബഹിരാത്മനേ നമ പുണ്യായ ലോകായ അമുഷ്മൈപുരി വർച്ചസേ. വിവർത്തനം. എന്റെ പ്രിയപ്പെട്ട ഭഗവാനെ, അങ്ങയുടെ അതീന്ദ്രിയ സ്പന്ദനങ്ങളുടെ വിസ്തരണത്തിലൂടെ എല്ലാത്തിന്റെയും യഥാർത്ഥ പൊരുൾ വെളിവാക്കുന്നു. അവിടുന്ന് അകത്തും പുറത്തുമുള്ള സർവ്വവ്യാപിയായ ആകാശവും ഈ ഭൗതിക ലോകത്തിലും അതിനുപരിയിലും നിർവഹിക്കപ്പെടുന്ന എല്ലാ പുണ്യകർമ്മങ്ങളുടെയും ആത്യന്തിക ലക്ഷ്യവുമാകുന്നു. ആകയാൽ അങ്ങേക്ക് ഞാൻ എന്റെ സാദര പ്രണാമങ്ങൾ വീണ്ടും വീണ്ടും സമർപ്പിക്കുന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു ബേബി മാതാജി. ഹരേ കൃഷ്ണ. മഹാദേവൻ തേജസ്സുകൾക്ക്
എങ്ങനെയാണ് ഭഗവാനെ കീർത്തിക്കേണ്ടത്, ഭഗവാനെ എങ്ങനെയാണ് സ്തുതിക്കേണ്ടത് എന്ന് പറഞ്ഞു കൊടുക്കുന്നു. ഭഗവാൻ ഏറ്റവും ഇഷ്ടമുള്ള സ്തുതി മഹാദേവൻ അറിയാം. മഹാദേവൻ ഭഗവാനെ സ്തുതിക്കുന്നത് എങ്ങനെയാണെന്ന് പ്രജേതസ്സുകൾക്ക് പറഞ്ഞു കൊടുത്തു. അതിലാദ്യം മഹാദേവൻ പരമപുരുഷനായിട്ടുള്ള ഭഗവാനെ സ്തുതിച്ചു, ഭഗവാൻ ശ്രീകൃഷ്ണനെ സ്തുതിച്ചു. അതിനുശേഷം ഭഗവാൻ ഗർഭോദകശായി വിഷ്ണുവിനെ സ്തുതിച്ചിട്ടുണ്ടായിരുന്നു. പങ്കജനാഭായ, നാഭിൽ നിന്നും പങ്കജം താമര ഉത്ഭവിക്കുന്ന ഭഗവാനെ സ്തുതിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഭഗവാന്റെ ചതുർവ്യൂഹത്തെ, ആദ്യത്തെ വിസ്തരണമായിട്ടുള്ള ഭഗവാന്റെ ചതുർവ്യൂഹത്തെ, വാസുദേവൻ, സംഘർഷണൻ, പ്രത്യുമ്നൻ, അനിരുദ്ധൻ, ഇങ്ങനെയുള്ള ചതുർവ്യൂഹത്തിലുള്ള ഭഗവാനെ സ്തുതിക്കുന്നതാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ വായിച്ചിട്ടുണ്ടായിരുന്നു. ഭഗവാൻ വാസുദേവനെ സ്തുതിച്ചുകൊണ്ടും സംഘർഷണ ഭഗവാനെ സ്തുതിച്ചുകൊണ്ടും എല്ലാ പ്രപഞ്ചങ്ങളെയും നിലനിർത്തുകയും സംഹരിക്കുകയും ചെയ്യുന്ന ശക്തി സംഘർഷണ ഭഗവാനിൽ നിന്നാണ് വരുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് സംഘർഷണ ഭഗവാനെയും ഏറ്റവും ശാന്തരൂപത്തിലുള്ള ഭഗവാന്റെ വിഗ്രഹം വാസുദേവ രൂപമാണെന്നും, പ്രദ്യുമ്നൻ ആത്മീയ ബുദ്ധി പ്രദാനം ചെയ്യുന്ന വ്യക്തിയാണ് പ്രദ്യുമ്നൻ എന്ന് പറഞ്ഞുകൊണ്ടും, നമോ വിശ്വപ്രബോധായ പ്രദ്യുമ്നായ അന്തരാത്മനെ, എല്ലാവരുടെയും ഹൃദയത്തിൽ കുടികൊള്ളുന്ന പ്രദ്യുമ്നെയും മഹാദേവൻ സ്തുതിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ നമ്മൾ വായിച്ചിട്ടുള്ള 36-ാമത്തെ ശ്ലോകം മുതൽ അനിരുദ്ധ ഭഗവാനെയാണ് മഹാദേവൻ സ്തുതിക്കുന്നത്. നമോ നമോ അനിരുദ്ധായ ഋഷികേശേന്ദ്രിയാത്മനെ. അനിരുദ്ധ ഭഗവാൻ എന്താണ് ചെയ്യുന്നത്? ഋഷികേശ ഇന്ദ്രിയാത്മനെ. ഋഷികേശൻ എന്നറിയപ്പെടുന്നത് ഭഗവാൻ അനിരുദ്ധനാണ്. എല്ലാവരുടെയും ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുകയും ഇന്ദ്രിയങ്ങളെ പ്രവർത്തിക്കാൻ സഹായിക്കുകയും അവയെ നിയന്ത്രിക്കുകയും ചെയ്യുന്നത് ഭഗവാൻ അനിരുദ്ധനാണ്. ആ ഭഗവാൻ അനിരുദ്ധന് വീണ്ടും വീണ്ടും എന്റെ പ്രണാമങ്ങൾ എന്നാണ് പറയുന്നത്. നമോ നമോ അനിരുദ്ധായ ഋഷികേശേന്ദ്രിയാത്മനെ നമ പരമഹംസായ പൂർണ്ണായ നിഭൃതാത്മനെ. ഭഗവാന്റെ മറ്റു പേരുകളാണ്, അനിരുദ്ധ ഭഗവാന്റെ മറ്റു പേരുകളാണ് ഇവിടെ പറയുന്നത്. നമ പരമഹംസായ, പരമഹംസൻ, ഏറ്റവും പരിപൂർണനായിട്ടുള്ള വ്യക്തി, ഏറ്റവും ഉന്നതനായിട്ടുള്ള ശ്രേഷ്ഠനായിട്ടുള്ള വ്യക്തിയാണ് പരമഹംസൻ എന്ന് പറയുന്നത്. നമ പരമഹംസായ പൂർണ്ണായ നിഭൃതാത്മനെ. പൂർണ്ണൻ എന്നും ഭഗവാൻ അറിയപ്പെടുന്നത്. പൂർണ്ണായ നിഭൃതാത്മനെ, ഈ ഭൗതിക ലോകത്തിൽ നിന്നും വിട്ടുനിൽക്കുന്നവൻ. അതുകൊണ്ടാണ് ഭഗവാനെ ആത്മൻ എന്ന് പറയുന്നത്. നിഭൃതാത്മൻ എന്ന് പറയുന്നത് ഈ ഭൗതിക ലോകത്തിന്റെ ഭാഗമല്ലാത്തവൻ എന്നാണ്. ഇവിടെ രണ്ടാമത്തെ വരിയിൽ പറയുന്ന പരമഹംസായ എന്നത് സൂര്യദേവനെയും സൂചിപ്പിക്കുന്നുണ്ട് എന്ന് ഭാവാർത്ഥത്തിൽ ശ്രീല പ്രഭുപാദർ വിശദീകരിക്കുന്നുണ്ട്. ശ്രീല വിശ്വനാഥ ചക്രവർത്തി ഠാക്കൂറുടെ അഭിപ്രായം പ്രകാരം പരമഹംസൻ എന്നത് സൂര്യദേവന്റെ മറ്റൊരു നാമമാണ്. അനിരുദ്ധ ഭഗവാൻ തന്നെയാണ് സൂര്യഭഗവാനായിട്ട് വിസ്തരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഇവിടെ സൂര്യഭഗവാനെ മഹാദേവൻ സ്തുതിക്കുന്നു. സൂര്യനാരായണനായിട്ട് ഇരിക്കുന്നത് അനിരുദ്ധ ഭഗവാന്റെ തന്നെ വിസ്തരണമാണ് എന്ന് പറയും. സൂര്യദേവൻ എന്നുള്ള അർത്ഥത്തിൽ എടുക്കുമ്പോൾ നിഭൃതാത്മനെ എന്നുള്ളതിന് മറ്റൊരു അർത്ഥം വരുന്നുണ്ട്. നിഭൃതാത്മനെ, മഴ പെയ്യിക്കുന്നവനെ എന്നാണ് അർത്ഥം. സൂര്യദേവനാണ് മഴ പെയ്യിക്കാൻ സഹായിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരേ സമയം അനിരുദ്ധ ഭഗവാനെയും അനിരുദ്ധ ഭഗവാന്റെ വിസ്തരണമായിട്ടുള്ള സൂര്യദേവനെയും മഹാദേവൻ സ്തുതിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. അനിരുദ്ധ ഭഗവാനെ കുറിച്ച് തന്നെയാണ് അടുത്ത ശ്ലോകങ്ങളിൽ പറയുന്നത്. സ്വർഗ അപവർഗദ്വാരായ നിത്യം ശുചിഷതേ നമ നമോ ഹിരണ്യവീര്യായ ചാതുർഹോത്രായ നന്ദവേ. സ്വർഗാപവർഗദ്വാരായ, അനിരുദ്ധ ഭഗവാനാണ് ഉയർന്ന ലോകങ്ങളിലേക്കുള്ള കവാടങ്ങൾ ഒരു ജീവാത്മാവിന് തുറന്നു കൊടുക്കുന്നത് എന്നാണ് പറയുന്നത്. ഒരു ജീവാത്മാവ് ഉയർന്ന ലോകത്തിലേക്ക് പ്രവേശിക്കാൻ അനുവദിക്കുന്നത് അനിരുദ്ധ ഭഗവാനാണ്. കാരണം ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുന്നത് അനിരുദ്ധ ഭഗവാനാണ്. ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുന്നവന് മാത്രമേ ഉയർന്ന ലോകങ്ങളിലേക്ക് പോകാൻ സാധിക്കൂ. ഇന്ദ്രിയ നിയന്ത്രണം ഇല്ലാത്തവൻ താഴ്ന്ന ലോകങ്ങളിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഒരു ജീവാത്മാവിനെ, ആ ജീവാത്മാവിന്റെ ഇന്ദ്രിയങ്ങൾ നിയന്ത്രിച്ച് താഴോട്ടുള്ള പോക്കിനെ
തടഞ്ഞ് നരകീയ ലോകങ്ങളിലേക്ക് പോകുന്നത് തടയുന്നതും ഉയർന്ന ലോകങ്ങളിലേക്ക് സ്വർഗ അപവർഗദ്വാരായ, സ്വർഗീയ ലോകങ്ങൾ എന്ന് പറയുന്നത് ഉയർന്ന ലോകങ്ങളാണ്, അപവർഗം എന്ന് പറയുന്നത് മോക്ഷമാണ്. ഒരു ജീവാത്മാവിന് മോക്ഷം ലഭിക്കണമെങ്കിലും അനിരുദ്ധ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടായിരിക്കണം. ഇന്ദ്രിയങ്ങൾ നിയന്ത്രിക്കാനുള്ള ശക്തി കൊടുക്കുന്നത് അനിരുദ്ധ ഭഗവാനാണ്. അതുകൊണ്ടാണ് ഇവിടെ സ്വർഗാപവർഗദ്വാരായ എന്ന് പറഞ്ഞത്. ഉയർന്ന ലോകങ്ങളിലേക്കുള്ള വാതിലുകൾ കവാടങ്ങൾ തുറന്നു കൊടുക്കുന്നത് അനിരുദ്ധ ഭഗവാനാണ്. നിത്യം ശുചിഷതേ നമ. ഏറ്റവും ശുദ്ധരായിട്ടുള്ളവരുടെ ഹൃദയത്തിൽ കുടികൊള്ളുന്നവനെ, ഏറ്റവും പരിശുദ്ധരായിട്ടുള്ള വ്യക്തികളുടെ ഹൃദയത്തിൽ ഭഗവാൻ നിത്യമായിട്ട് കുടികൊള്ളുന്നു. നിത്യം ശുചിഷതേ നമ. നമോ ഹിരണ്യവീര്യായ ചാതുർഹോത്രായ തന്തനെ. എല്ലാ ജീവജാലങ്ങളുടെയും ഉറവിടമായിട്ടുള്ള ആദിമ ആ ബീജം, അതിനാണ് ഹിരണ്യവീര്യം എന്ന് പറയുന്നത്. എല്ലാ ജീവാത്മാക്കളും ഉദ്ഭവിച്ചിട്ടുള്ളത് ഭഗവാന്റെ ബീജത്തിൽ നിന്നാണ് എന്നാണ് പറയുന്നത്. അഹം ബീജപ്രദ പിത എന്ന് ഭഗവാൻ പറയുന്നത്. ആ ആദിമ ബീജം ഉത്ഭവിക്കുന്നതും അനിരുദ്ധ ഭഗവാനിൽ നിന്നാണ് എന്നാണ് പറയുന്നത്. നമോ ഹിരണ്യവീര്യായ ചാതുർഹോത്രായ തന്തവേ. ചാതുർഹോത്രായ തന്തവേ. ചാതുർഹോത്രം എന്ന് പറഞ്ഞിട്ടുള്ള വേദമന്ത്രങ്ങൾ, വൈദികമായിട്ടുള്ള യജ്ഞങ്ങൾ, ആ യജ്ഞങ്ങളെ സംരക്ഷിക്കുന്നവനും ഭഗവാനും യജ്ഞങ്ങളെ സഹായിക്കുന്നവനും ഭഗവാൻ അനിരുദ്ധൻ തന്നെയാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ വേദമന്ത്രങ്ങളൊക്കെ ഉച്ചരിക്കണമെങ്കിലും വേദമന്ത്രങ്ങൾ ഉപയോഗിച്ച് യജ്ഞങ്ങൾ നടത്തണമെങ്കിലും അനിരുദ്ധ ഭഗവാന്റെ സഹായം ആവശ്യമാണ്. കാരണം വൈദിക യജ്ഞങ്ങളെ സഹായിക്കുന്നത് അനിരുദ്ധ ഭഗവാനാണ്. നമ ഊർജ ഇഷേത്രയ്യ പതയേ യജ്ഞരേതസേ തൃപ്തിദായ ജീവാനാം നമ സർവരസാത്മനെ. നമ ഊർജ ഇഷേത്രയ്യ. പിതൃക്കൾക്കും ദേവന്മാർക്കും ഊർജം പ്രദാനം ചെയ്യുന്നവൻ. പിതൃക്കൾക്കും ദേവന്മാർക്കുമുള്ള ഊർജം എന്താണ്? അവരുടെ ഭക്ഷണം സോമരസമാണ്. ആ സോമരസം പ്രദാനം ചെയ്യുന്നവനും അനിരുദ്ധ ഭഗവാനാണ് എന്നാണ് പറയുന്നത്. സോമരസം ലഭിക്കുന്നത് ചന്ദ്രനിൽ നിന്നാണ് അല്ലെ? പൗർണമി നാളിലാണ് ചന്ദ്രനിൽ പൂർണ്ണമായിട്ടും സോമരസം നിറഞ്ഞു നിൽക്കുന്നത്. അതുകൊണ്ട് ആ പൗർണമിക്ക് ദിവസത്തിൽ ചന്ദ്രൻ വളരെ പ്രകാശത്തോടുകൂടി നിൽക്കുന്നത് നമ്മൾക്ക് കാണാൻ സാധിക്കും. നല്ല തേജസ്സോടുകൂടി നിൽക്കുന്നത് കാണാൻ സാധിക്കും. ആ പൗർണമി ദിവസം ദേവന്മാരും പിതൃക്കളും എല്ലാവരും ചന്ദ്രനിൽ എത്തിച്ചേർന്ന് സോമരസം പാനം ചെയ്യുന്ന ദിവസമാണ്. അതിനുശേഷം ഓരോ ദിവസവും സോമരസം കുറഞ്ഞു വരും. അപ്പോൾ ആ ചന്ദ്രന്റെ ശക്തി ക്ഷയിച്ച് വരുന്നതായിട്ട് കാണാൻ സാധിക്കും. ആ സോമരസത്തിലൂടെ ദേവന്മാർക്കും പിതൃക്കൾക്കും ഊർജം നൽകുന്നവനും അനിരുദ്ധ ഭഗവാനാണ് എന്നാണ് ഇവിടെ പറയുന്നത്. നമ ഊർജ ഇഷേത്രയ്യ. അതേ യജ്ഞ രേതസേ. അതേപോലെ ചന്ദ്രന്റെ ദേവനും ചന്ദ്രദേവനും അനിരുദ്ധന്റെ തന്നെ മറ്റൊരു വിസ്തരണമാണ് എന്നാണ് പറയുന്നത്. അനിരുദ്ധന്റെ തന്നെ വിസ്തരണമാണ് ചന്ദ്രനിലെ ദേവൻ, ചന്ദ്രൻ സോമൻ. അതേ യജ്ഞരേതസ്. യജ്ഞങ്ങളുടെയൊക്കെ യജ്ഞപതിയായിട്ടിരിക്കുന്നതും അനിരുദ്ധ ഭഗവാനാണ് എന്നാണ് പറയുന്നത്. തൃപ്തിദായ ജീവാനാം നമ സർവരസാത്മനെ. ജീവാത്മാക്കൾക്ക് തൃപ്തി നൽകുന്നത്, ഉള്ളിൽ നിന്ന് സംതൃപ്തി നൽകുന്നത് അനിരുദ്ധ ഭഗവാനാണ്. കാരണം ഇന്ദ്രിയങ്ങൾക്ക് നിയന്ത്രണം ഉള്ള ഒരു വ്യക്തിക്ക് മാത്രമേ ഉള്ളിൽ സംതൃപ്തിയും ശാന്തിയും അനുഭവിക്കാൻ സാധിക്കൂ. അങ്ങനെയുള്ള തൃപ്തി, സംതൃപ്തി ലഭിക്കണമെങ്കിൽ അനിരുദ്ധ ഭഗവാന്റെ അനുഗ്രഹം ആവശ്യമാണ്. തൃപ്തിദായ ജീവാനാം. ജീവജാലങ്ങൾക്ക് സംതൃപ്തി, സന്തോഷം നൽകുന്നത് അനിരുദ്ധ ഭഗവാനാണ്. നമ സർവരസാത്മനെ. സർവവ്യാപിയായിട്ടുള്ള ഭഗവാന് പ്രണാമം എന്ന് പറയും. എല്ലായിടത്തും വ്യാപിച്ച എല്ലാ ആറ്റങ്ങളിലും എല്ലാ അണുക്കളിലും പ്രവേശിക്കുന്ന, ലോകം മുഴുവൻ പ്രവേശിക്കുന്ന ആ ഭഗവാന് എന്റെ പ്രണാമം എന്നാണ് മഹാദേവൻ പറയുന്നത്. 39ാമത്തെ ശ്ലോകത്തിൽ പറയുന്നു, സർവസത്താത്മദേഹം ദേഹായ വിശേഷായ സ്തവീയസേ നമസ്ത്രൈലോക്യപാലായ സഹ ഓജോബലായ ച. ആ അനിരുദ്ധ ഭഗവാന്റെ തന്നെ മറ്റൊരു വിസ്തരണമാണ് വിശ്വരൂപം എന്ന് പറയുന്നത്. ലോകത്ത് നമ്മൾ കാണുന്ന വിശ്വരൂപം, മുഴുവൻ പ്രപഞ്ചങ്ങളും അടങ്ങിയിട്ടുള്ള ഭഗവാന്റെ വിശ്വരൂപം. സർവസത്താത്മദേഹായ വിശേഷായ സ്തവീയസേ.
സർവസത്വാത്മദേഹായ, ഈ മുഴുവൻ പ്രപഞ്ചങ്ങളും ഉൾക്കൊള്ളുന്ന ആ വിശ്വരൂപം, വിശേഷായ സ്ഥവീയസേ, ആ വിശ്വരൂപത്തിലാണ് എല്ലാ ജീവജാലങ്ങളും ജീവവൈവിധ്യങ്ങളെല്ലാം വിശേഷായ വ്യത്യസ്തമായിട്ടുള്ള ജീവജാലങ്ങൾ സ്ഥവീയസേ കുടികൊള്ളുന്നത് എവിടെയാണ്? ആ ഭഗവാന്റെ ദേഹത്താണ്, വിശ്വരൂപത്തിലാണ് എന്നാണ് പറയുന്നത്. നമത്രൈലോക്യപാലായ സഹ ഓജോബലായ ഇരൾ 14 ലോകങ്ങളെയും ത്രിലോകങ്ങളെയും സംരക്ഷിക്കുന്ന, പരിപാലിക്കുന്ന വ്യക്തിയും ഭഗവാൻ അനിരുദ്ധനാണ്. സഹ ഓജോബലായ എല്ലാ ജീവജാലങ്ങൾക്കും അവരുടെ ഓജസ്, പ്രാണവായുവിലൂടെ അവർക്ക് ഓജസ്, മനസ്സിനും ഇന്ദ്രിയങ്ങൾക്കും ഓജസ് നൽകുന്ന ആ ശക്തി, അതും ഭഗവാൻ അനിരുദ്ധനിൽ നിന്ന് തന്നെ വരുന്നതാണ് എന്ന് പറയുന്നു. അർത്ഥലിംഗായ നമസേ നമോ അന്തർബഹിരാത്മനെ നമ പുണ്യായ ലോകായ അമുഷ്മൈ ഭൂരി വർച്ചസേ. അർത്ഥലിംഗായ നമസേ, അർത്ഥം വെളിപ്പെടുത്തുന്നത്. ഒരു വൈദിക മന്ത്രം, ഒരു മന്ത്രം കേൾക്കുന്ന സമയത്ത് അതിന്റെ അർത്ഥം, ശരിയായിട്ടുള്ള അർത്ഥം വെളിപ്പെടുത്തി കൊടുക്കുന്നത് ഭഗവാന്റെ അനുഗ്രഹം കൊണ്ടാണ്. അർത്ഥലിംഗായ, അർത്ഥം ശരിയായ രീതിയിൽ വെളിപ്പെടുത്തി കൊടുക്കുന്ന ഭഗവാനെ. നഭസേ നമോ അന്തർബഹിരാത്മനെ, ഒരു ജീവന്റെ അകത്തും പുറത്തും ഇരിക്കുന്ന നഭസ്, ആകാശം. ആ ആകാശത്തിലൂടെയാണ് നമ്മൾ ശബ്ദം കേൾക്കുന്നത്. ഒരു ജീവിയുടെ അകത്തും, ഒരു ശരീരത്തിന്റെ അകത്തും പുറത്തും ആകാശമുണ്ട്. ആ ആകാശമായിട്ടിരിക്കുന്ന ഭഗവാനെ പ്രണാമങ്ങൾ എന്ന് പറയും. നമ പുണ്യായ ലോകായ അമുഷ്മൈ ഭൂരി വർച്ചസേ, ലോകത്തിലുള്ള ജനങ്ങൾ ചെയ്യുന്ന എല്ലാ പുണ്യങ്ങളും ആ ഭഗവാന്റെ തൃപ്തിക്ക് വേണ്ടിയാണ് ചെയ്യപ്പെടുന്നത്. അങ്ങനെയുള്ള ഭഗവാൻ, എല്ലാ പുണ്യങ്ങളും സ്വീകരിക്കുന്ന, പുണ്യങ്ങളാൽ ആദരിക്കപ്പെടുന്ന, ആരാധിക്കപ്പെടുന്ന ഭഗവാന് എല്ലാവിധ പ്രണാമങ്ങളും എന്ന് പറയും. മഹാദേവൻ ഭഗവാന്റെ സ്തുതി തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിലെല്ലാം ഭഗവാന്റെ വ്യത്യസ്തമായിട്ടുള്ള വിസ്തരണങ്ങളെ കുറിച്ചും ഭഗവാന്റെ വ്യത്യസ്തമായിട്ടുള്ള ഭാവങ്ങളെ കുറിച്ചും വിസ്തരിച്ച് പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് അത് അടുത്ത ദിവസങ്ങളിൽ വായിക്കാം. അപ്പൊ നമുക്ക് നാമജപം തുടരാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. ആരാണ് ജപിക്കുന്നത്? ഹരേ കൃഷ്ണ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്ത